നന്മയൊന്നും ഇല്ലെങ്കിലും തെറ്റില്ലാത്ത ജീവിതമാണ് നമ്മൾ അള്ളാഹിനോട് ചോദിച്ചു വാങ്ങേണ്ടത്. അതിനാണ് അധ്വാനിക്കേണ്ടത്. കുറെ നന്മ ചെയ്യണം എന്നുള്ളതൊന്നും അള്ളാഹു നമ്മളോട് നിർബന്ധം പറയുന്നില്ല. നീ വേണ്ടത് തെറ്റ് ചെയ്യാൻ. തെറ്റ് ചെയ്യണമെന്ന് നിന്റെ ശരീരം പറയുമ്പോൾ നീ പിടിച്ചു വെച്ചിട്ടാണ് വണ്ടിയിൽ കയറിയത് എങ്കിൽ നീ ട്രെയിൻ ഇറങ്ങുന്ന സ്ഥലത്തിന്റെ സ്റ്റോപ്പിന്റെ പേരാണ് സ്വർഗം. ആ വീടാണ് സ്വർഗം. എന്താ പ്രയോഗം നോക്കി അള്ളാഹുവിന്റെ. വനഹന്നഫ്സാനിൽ ഹവാ, തെറ്റ് ചെയ്യണമെന്ന് നിന്റെ ശരീരം പറയുമ്പോ ഞാനില്ലട്ടാ എങ്കിൽ നിനക്ക് കിട്ടുന്ന വീടിന്റെ പേരാണ് സ്വർഗം. നീ എവിടെ എത്തുന്നു അവിടെ കാലത്തും ഏത് സ്റ്റോപ്പിൽ ഇറങ്ങിയാലും പ്രശ്നമില്ല, നമ്മൾ അവിടെ എത്തുന്നു എന്നൊക്കെ ചില സംഘാടകർ പറയുന്ന പോലെ. നീ 45 വയസ്സിൽ വെച്ചാലും 65 വെച്ചാലും 100 ആയാലും നീ മരിക്കുന്നെടുത്ത് സ്വർഗം ഉണ്ടാവും. ഉമ്മാന്റെ ഉമ്മാന്റെ ഒക്കെ സ്നേഹം വാങ്ങാൻ വേണ്ടി ഉമ്മക്ക് എന്താ വേണ്ടി? ഞാൻ ഷോപ്പിൽ പോകുന്നുണ്ട്, ഉമ്മക്ക് എന്താ വാങ്ങേണ്ടത്? ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് പറയൂ, എന്തേലും വാങ്ങിയാൽ മതി മോനെ. ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം ഉണ്ടായാലും ഉമ്മ പറയും. ആ കേട്ടോ, എല്ലാ ഐറ്റംസും വീട്ടിലേക്ക് പലചരക്ക് കടയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ഉമ്മാനോട് പറയാം, ഉമ്മ പറഞ്ഞ ആ മാങ്ങ തന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് ഉമ്മാനെ തൃപ്തി കിട്ടാൻ വേണ്ടി ഒരു സ്പെഷ്യൽ പണിയെടുത്തതാണ്. ഉപ്പാക്ക് ഈ കടലമിഠായി ഭയങ്കര ഇഷ്ടമാണല്ലോ, ഞാൻ കൊണ്ടുവന്നിരുന്നു. ആ കണ്ടപ്പോൾ അതിന് പനി ഓർമ്മ വന്നു. ഉപ്പാൻ്റെ കൽബിൽ ചെറിയൊരു എന്താ വരിക എന്ന് വെച്ചാൽ കരച്ചിലാണോ സന്തോഷമാണോ എന്തോന്ന് വരും. അവിടെ വെച്ച് തിന്നോളാം എന്ന് പറയും. അങ്ങനെ അവരെ തൃപ്തിപ്പെടുത്താൻ നമുക്കറിയാം. ഈ ചിലയാൾ ഭയങ്കര പ്രോട്ടോക്കോളാണ്. എന്തെങ്കിലുമൊക്കെ ഉമ്മയും ഉപ്പയൊക്കെ പറഞ്ഞാൽ മസല പ്രകാരം അത് പറ്റില്ല എന്ന് പറയാൻ പാടില്ല. ഇസ്ബാത്തുൽ ഹുജ്ജത്തി അലൽ വാലിദൈൻ മിൻ ഉഖൂഖിൽ വാലിദൈൻ. മാതാപിതാക്കൾക്കെതിരെ നീ മസല പറയലുണ്ടല്ലോ, അതെന്നെ ഒരു സൂക്കറുള്ള പരിപാടിയാണ്. ഷാഫി ഇമാമിനോട് ഒരാൾ ചോദിച്ചല്ലോ, ഉമ്മാനോട് തർക്കിക്കാൻ പറ്റുമോ? ഷാഫി ഇമാം റഹിമഹുല്ലാഹ് കൊടുത്ത മറുപടി, ഉമ്മാന്റെ ചെരുപ്പിനോട് തന്നെ തർക്കിക്കാൻ പറ്റൂല. അല്ലെങ്കിൽ ആരോ നിർമ്മിക്കുന്ന വെറും തമാശക്കളികൾ കാണുന്നതിന് എന്തർത്ഥമുള്ളത്? നമ്മൾ ആരാണെന്ന് ആലോചിക്കണ്ടേ? നമ്മൾ ആരാന്നുള്ളത് ആലോചിക്കണ്ടേ? എന്തിനാണ് ജന്മം എന്നത് ആലോചിക്കണ്ടേ? എത്ര കാലം നമുക്ക് പോകാനാകും എന്നതിനെ കുറിച്ചൊരു വിചാരം വേണ്ടേ? ഒരു ദിവസം 2 മണിക്കൂർ വീതം ഈ ഷോർട്സും ക്ലിപ്പുകളും ആരെങ്കിലും നിർമ്മിച്ച വീഡിയോസും തമാശകളും ചിരിക്കളികളും കണ്ടങ്ങിരുന്നിട്ട് ജീവിതത്തിന്റെ വലിയൊരു ഭാഗം തീർത്തും അനുചിതമായി നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാവണ്ടേ? ഈ ആത്മീയതയെ തൽക്കാലം മാറ്റി നിർത്തി നോക്കൂ. ഒരു ജോലിക്കാരൻ 2 മണിക്കൂർ ഇതിമ കൂടിയാൽ അവന്റെ ജോലിയിൽ എത്രമേൽ നഷ്ടം വരും. ഒരു ബിസിനസ്സുകാരൻ 2 മണിക്കൂർ ഇതിമ കൂടിയിട്ടുണ്ടെങ്കിൽ 4 മണിക്കൂർ ഇതിമ കൂടിയിട്ടുണ്ടെങ്കിൽ അവന് ഇനിയും പുരോഗതിയിലേക്ക് എത്താൻ പറ്റുന്ന എത്ര അവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. എത്ര കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നുണ്ട് ഉമ്മയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റാഞ്ഞിട്ട്. അവരിതിലായിരുന്നു. കുഞ്ഞു പോയി വീഴുന്നതോ വെള്ളത്തിൽ ചാടിയതോ ക്ലോസറ്റിൽ വീണതോ ഒന്നും അറിഞ്ഞില്ല. വേറെ ഏതൊക്കെ രീതിയിലുള്ള അനർത്ഥങ്ങൾ സംഭവിക്കുന്നുണ്ട്. എത്ര ആത്മഹത്യകൾ നടക്കുന്നുണ്ട്. എത്ര വൃത്തികെട്ട ലൈംഗികമായ ഏർപ്പാടുകൾ ഇതുവഴി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര പ്രണയങ്ങളും എത്ര തട്ടിക്കൊണ്ടുപോകലുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര കൊള്ളകൾ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ ഇതാണ് സഹായകമാകുന്നതെങ്കിൽ ആഖിറത്തിന് വേണ്ടി ജീവിക്കുന്നവൻ, വിശ്വാസിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ ലോകത്ത് എന്നുമെന്നും അവൻ കഴിയുമെന്ന് ഒരിക്കലും അവൻ ഉറപ്പില്ല. ഈ ലോകത്തിൽ നിന്ന് കഴിഞ്ഞു പോയാൽ മറ്റൊരു ലോകമുണ്ടെന്നവൻ കൃത്യമായി ഉറപ്പിക്കുന്നു. അതാണ് വസ്തുത, അതാണ് യാഥാർത്ഥ്യം. അതിനുവേണ്ടി ജീവിക്കുന്ന ഒരുത്തൻ അവന്റെ സമയം മുഴുക്കെ ഇതിനു വേണ്ടി തീർക്കുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും പരമവിഡ്ഢിയുടെ ലക്ഷണമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ഹദ്ദ ലി അഹദിൻ ഫിൽ ഇസ്ലാമി അദാഅ സ്വലാഹ്. നിസ്കാരം പാഴാക്കി കളഞ്ഞവന് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല. നിസ്കാരം ഒഴിവാക്കിയ മനുഷ്യന് ഇസ്ലാമിൽ ഒരു പട്ടിന്റെ വില പോലുമില്ല, പട്ടിയുടെ വില പോലുമില്ല. അങ്ങനെയാണ് സത്യം. ഇപ്പൊ ഒരാൾ ഇങ്ങനെ വരുന്ന വഴിയിൽ ഒരു പട്ടിയെ കണ്ടു. പഠിച്ചോനെ, ഈ പട്ടിയെ എല്ലാവരും ഇങ്ങനെ കല്ലെടുത്ത് എറിഞ്ഞ് ഓടിക്കുകയാണ്. ഒരു സ്ഥലത്തേക്ക് ചെല്ലാൻ ആരും അനുവദിക്കുന്നില്ല. ആരോ വാതിൽക്കലേക്കും. ആർക്ക്? ഈ തെരുവ് പട്ടിക്ക്. വളർത്തു പട്ടിയല്ല, തെരുവ് പട്ടിയാന്ന് കൂട്ടിക്കോ. അപ്പൊ ഇവൻ പറയാം, അല്ലാ നീ എന്നെ ഒരു തെരുവ് പട്ടിയായി പടച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ പട്ടിയെ കാണുമ്പോൾ ഒരു സുജൂദ് ചെയ്യൽ സുന്നത്തില്ല. അങ്ങനെ സുന്നത്തില്ല. ഇസ്ലാമിൽ അങ്ങനെ മസലല്ല. നേരെ മറിച്ച് നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരാളെ കണ്ടാൽ, പഠിച്ചോനെ നീ എന്നെ നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരാളാക്കി മാറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ശുക്രിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ് ഫിഖ്ഹ് പഠിപ്പിക്കുന്നത്. അപ്പൊ എത്രയാണ് അതിന്റെ കടുപ്പം? നീ എന്നെ പട്ടിയായി